നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം CPM അഴിച്ചുവിട്ട അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിനെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒന്നായിരുന്നു ഈ ഒരു പോറ്റിയെ കേറ്റിയെ എന്നുള്ള ഒരു പാരഡി ഗാനം. അതുപോലും സഹിക്കാൻ കഴിയാത്തത്ര അസഹിഷ്ണുതയാണ് ഇപ്പോൾ CPMമാർക്കുള്ളത്. അത് ഈ ഒരു ഇത്തരം കാര്യങ്ങളിൽ പോലും, കാരണം ഈ ഒരു പാരഡി ഇറങ്ങിയത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, പക്ഷേ ഇവർക്ക് തലയ്ക്ക് വെളിവുണ്ടായത് ഇന്നലെയാണ്. അത് അവരെ ഈ ഒരു തോൽവിയെ സ്വാധീനിച്ചു എന്നൊക്കെയാണ് അവർ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാമല്ലോ. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 6 മാസം, ഇനി കഷ്ടിച്ച് 6 മാസം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കാം CPMനെ കാത്തിരിക്കുന്ന വിധി? അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ വിശദമായൊന്ന് വിശകലനം ചെയ്താൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തദ്ദേശീയമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോരാടപ്പെടുക, ഫൈറ്റ് ചെയ്യുക. യഥാർത്ഥത്തിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 1991 ആണ് ജില്ലാ കൗൺസിലുകൾ, അതാണ് പിന്നീട് മാറിയത്. ആ ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച സമയത്ത് 1991 നടന്നൊരു തെരഞ്ഞെടുപ്പ്. അന്ന് EMS ഒരു അന്തർദേശീയ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതായത് ഈ സദ്ദാം ഹുസൈനെ അനുകൂലിക്കണോ അനുകൂലിക്കണ്ടേ എന്നുള്ളൊരു വിഷയം. ആ സമയത്ത് ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരുന്നൊരു സമയം, കുവൈറ്റ് യുദ്ധം. അപ്പോൾ അതിൽ സദ്ദാം ഹുസൈൻ അനുകൂലമായിട്ടുള്ളൊരു തരംഗം തെരഞ്ഞെടുപ്പ് രംഗത്ത് EMSന്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി EMS കൊണ്ടുപോകും. അത് വലിയ തോതിൽ അത് പിന്നെ LDFന് അനുകൂലമാവുകയും അന്ന് നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഒരു കൗൺസിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും LDF അധികാരത്തിൽ കയറുകയും ചെയ്യും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മയിൽ തദ്ദേശീയമല്ലാത്ത ഒരു വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തദ്ദേശീയമായിട്ടുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ച് വന്നിരിക്കുക. അത് സ്വാഭാവികവുമാണ്. കാരണം പഞ്ചായത്ത് മെമ്പർ, കൗൺസിലർ നമുക്കുള്ളൊരു ആത്മബന്ധമുണ്ട്. അതിനുള്ളൊരു വലിയ സാധ്യത ഉള്ളതുകൊണ്ട് ഈ സംസ്ഥാന തലത്തിലെ വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ വലുതായിട്ട് സ്വാധീനിക്കാറില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച മുഴുവൻ ഘടകങ്ങളും സംസ്ഥാന ഘടകങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചിലപ്പം ഇതിനു മുമ്പത്തെ അഴിമതി ഭരണത്തിനെ കുറിച്ച് സ്വാധീനിക്കും, എന്നാലും സംസ്ഥാനത്തെ ഘടകങ്ങൾ. പക്ഷെ പൊതുവിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന ഘടകങ്ങൾ മാത്രമാണ് സ്വാധീനിച്ചത് എന്ന് വ്യക്തമാണ്, കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രതിഫലനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ തട്ടുകളിലും UDF തന്നെ മുന്നിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തതാണെങ്കിൽ ചില തട്ടുകൾ UDF, ചില തട്ടുകൾ LDF എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. പക്ഷേ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്തിൽ പോലും 7 ആണെങ്കിൽ പോലും എല്ലാ തലത്തിലും UDF ആണ് മുന്നിൽ വന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന തലത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുമേഷ് നേരത്തെ പറഞ്ഞ ഈ പാരഡി ഗാനം ഉൾപ്പെടെ സംസ്ഥാന തലത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ CPM എന്തായാലും CPM പറയുന്നില്ലെങ്കിലും CPI പറഞ്ഞിട്ടാണെങ്കിലും മനസ്സിലായ ഒരു കാര്യം, ഏറ്റവും പ്രധാനമായി ജനങ്ങളെ സ്വാധീനിച്ച ഒരു വിഷയം ശബരിമല പെരുങ്കുള്ളയാണ്. ശബരിമല പെരുങ്കുള്ള യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ മാത്രമല്ല ബാധിച്ചത്, എല്ലാ ജനവിഭാഗങ്ങളെയും. അതെ, എന്തിന് CPMന്റെ അണികളെ പോലും ബാധിച്ചു എന്നുള്ളത് വളരെ ദോഷകരമായി അവർക്കെതിരെ ബാധിച്ച ഒരു വിഷയം ശബരിമല പെരുങ്കുള്ള. 2, പിണറായി വിരുദ്ധ വികാരം. ശരിക്കും സർക്കാർ വിരുദ്ധ വികാരത്തിനപ്പുറത്ത് ജനങ്ങളെ ബാധിച്ച രണ്ടാമത്തെ വികാരം പിണറായി വിരുദ്ധ വികാരമായി, പിന്നെ സർക്കാർ വിരുദ്ധ വികാരം. അപ്പോൾ ഈ നിലയിൽ നമ്മളൊരു 2-3-4 കാര്യങ്ങളെടുത്ത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് സംസ്ഥാനതല വിഷയങ്ങളായിരുന്നു എന്നത് വളരെ വ്യക്തം. അതാണ് ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പോലും സംസ്ഥാനതല വിഷയങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തു എങ്കിൽ
യഥാർത്ഥത്തിൽ 6 മാസമൊന്നും ഇനിയില്ല. കാരണം ജനുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ മെയ് ആയി. മാർച്ച് ആകുമ്പോഴത്തേക്ക് പെരുമാറ്റച്ചട്ടം ഫലത്തിലൊരു 3 മാസമേ. അപ്പോൾ ഇതിന് 3 മാസങ്ങൾക്ക് മുമ്പ്, കാരണം സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇത്രയും താമസിക്കാറില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. അപ്പോൾ ഇനി ഏതാണ്ട് ഒരു 3 മാസം. അപ്പോൾ ഈ 3 മാസത്തിന് മുമ്പ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനതല വിഷയങ്ങളാണ് സ്വാധീനിക്കപ്പെട്ടതെങ്കിൽ അതേ സംസ്ഥാനതല വിഷയങ്ങൾ തന്നെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുക എന്ന് നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒരു ജനരോഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അത് പാർട്ടി നേതാക്കൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവരൊരു തിരുത്തൽ ആവശ്യമല്ലേ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നു. അപ്പോഴും അവർ അക്രമം അഴിച്ചുവിടാനും ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റത് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരം കാണാതെ ഈ ഒരു പാരഡിയെപ്പോലും അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയുന്നത്. അത് തിരുത്തുകയല്ലേ വേണ്ടത്? അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കല്ലേ പാർട്ടിയെ കൊണ്ടുപോവുക? അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും ഒക്കെ കഴിഞ്ഞൊരു 10-15 വർഷക്കാലം നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ തിരുത്തൽ എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് തീർത്തും അന്യമാണ് എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണം. ഇപ്പം തിരുത്തൽ എന്ന് പറഞ്ഞത് പാർട്ടിയിലേ ഇല്ല. ഇപ്പം തിരുത്താനായിരുന്നെങ്കിൽ എത്ര അവസരങ്ങളുണ്ടായിരുന്നു? 2019 ഒരു സീറ്റേ കിട്ടിയുള്ളൂ, ഒരു തിരുത്തലും നടത്തിയില്ല. 2024 ഒരു സീറ്റേ കിട്ടിയുള്ളൂ, എന്നിട്ടും ഒരു തിരുത്തലും നടത്തില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു സ്ഥലത്തൊഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തോറ്റു, എന്നിട്ടും തിരുത്തിയില്ല. എന്ന് മാത്രമല്ല, പാർട്ടിയിൽ ഉയർന്നു വരുന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിലെല്ലാം തിരുത്തുന്നതിന് പകരം സ്ത്രീ പീഡകരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു രീതിയാണ് ഈ പാർട്ടി അവലംബിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു തനി സ്ത്രീ വില്യം പഠനം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു 1/2 ഡസൻ സ്ത്രീകൾ ആരോപണം ഉന്നയിച്ച പരാതി മേടിച്ച് വെച്ചുകൊണ്ട് ആ സ്ത്രീലം പഠനയും അഴിമതിക്കാരനെയും അവിടെ വെച്ചിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, തിരുത്തുന്നതിന് പകരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുത്തൽ എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും അന്യമാണ് എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് ഇനിയിപ്പോൾ തിരുത്താനെന്ന് തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കുക, അതിനൊന്നുള്ള സമയമില്ല. പിന്നെ തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് സുപ്രധാനം. ഇപ്പം ശബരിമല പെരുങ്കൊള്ള, അതിൽ തിരുത്തൽ എന്ന് പറയുന്നത് എന്താണ്? തിരുത്തൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിൽ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ പാർട്ടിയിൽ പുറത്താക്കുക. ഒരു നടപടി ഉണ്ടായിട്ടുള്ള സംരക്ഷിക്കുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 2, പിണറായി വിരുദ്ധ വികാരമാണ് ഏറ്റവും മുറ്റി നിന്ന വികാരം. അപ്പോൾ അതിൻ്റെ തിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? പിണറായി മാറ്റുക എന്നുള്ളതാണ് തിരുത്തൽ. അതിന് തയ്യാറല്ല. അതിനെങ്ങനെ തയ്യാറാകും? കാരണം ചിന്തിക്കാൻ ഇപ്പോഴും പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഈ പാർട്ടി ഇരിക്കുമ്പോൾ ഒരു പിണറായി വിജയന്റെ ചരടിന്റെ അറ്റത്ത് കോർത്തിട്ടിരിക്കുന്ന ഒരു പാവയായി പാർട്ടി സെക്രട്ടറി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു തിരുത്തൽ സാധ്യമാവുക ഈ തരത്തിൽ? എന്ന് മാത്രമല്ല, ഈ തിരുത്തൽ എന്ന് പറയുന്നതൊന്നും ഈ പാർട്ടിയിൽ നടക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നൊരു 15-20 വർഷത്തോളം കാലമായി ഈ പാർട്ടിയെ സുസംഘടിതമായി ജീർണിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മളത് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. 2007 പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയായ കാലം മുതൽ ഈ പാർട്ടിയെ ദൂഷിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അടിമുടി ജീർണിച്ച് പുഴുത്തുനാറി പുഴുവരിച്ച ഒരു സാഹചര്യത്തിൽ തിരുത്തൽ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വർത്താനം പറയാന്നല്ലാതെ, ഇപ്പം ഞാൻ ചോദിച്ചു തിരുത്തണം എന്ന് പറയുന്നു. തിരുത്തണമെങ്കിൽ ഇതിനകത്തൊരു തിരുത്തൽ ശക്തി വേണ്ടേ? അതെ. ഇപ്പം അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തിരുത്തൽ ശക്തി ഉണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ആ തിരുത്തൽ ശക്തിയെ കുറിച്ച് പറയുന്നതിനകത്തൊരു അർത്ഥമുണ്ട്. ഇതിപ്പോൾ തിരുത്താൻ എങ്ങനെയാണ്? തിരുത്താനായിട്ട് ശരിക്കും വേണ്ടി നിൽക്കുന്ന ആരും ഈ പാർട്ടിയിലില്ല. എല്ലാവരും തെറ്റിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് തിരുത്തണം. അല്ല, അതിനേക്കാളും ഇത്തരം കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കുകയെങ്കിലും ചെയ്തുകൂടെ? അതായത് അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം ഇത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഈ പാരഡി എഴുതിയത് ഖാദർ എന്ന് പറയുന്ന ഒരു മുസൽമാനാണ്. അദ്ദേഹം വളരെ ലളിതമായി സാധാരണക്കാരുടെ മനസ്സിലേക്ക് പോലും പതിയുന്ന തരത്തിൽ ലളിതമായ വരികളിലൂടെ ഇത് അദ്ദേഹം ആവിഷ്കരിച്ചു. അതിൽ ഒരു മുസൽമാനാണോ ഒരു ക്രൈസ്തവനാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ അപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പലപ്പോഴും അവർ മറന്നിരുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ 2019 ജനുവരി ആദ്യം
ആക്ടിവിസ്റ്റുകളെ ശബരിമല കയറ്റിയത്, അതിനുശേഷമുണ്ടായ പ്രതിഷേധത്തിൽ എടുത്ത കള്ളക്കേസുകൾ, ഈ ക്ഷേത്രോത്സവങ്ങളിൽ വിപ്ലവഗാനങ്ങൾ പാടിച്ചത്, അങ്ങനെ നിരവധി സംഭവങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് വീണ്ടും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇതെല്ലാം തിരിച്ചടിക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കൊണ്ടുവന്നതിനാണ് ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടി. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയം LDFിനെതിരായിട്ട് വലുതായിട്ട് തിരിച്ചടിച്ചു. ഇപ്പോൾ ഈ പാരഡിയുടെ കാര്യത്തിലും എടുത്തിട്ടുള്ള ഈ കേസ് എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ ആളുകളുടെ ഇടയിൽ തിരിച്ചടി ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പാരഡി വന്നു. ഈ പാരഡിക്കെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് ശ്രമിക്കേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരുന്ന സമയത്താണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഈ പാരഡി വ്യാപകമായി ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോഴാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, ഈ പോലീസുകാർ ഇപ്പോഴും തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം പരാതികൾ കൊണ്ടുവരുമ്പോൾ അത് ചവറ്റുകുട്ടയിലേക്ക് എറിയേണ്ടതിന് പകരം വീണ്ടും നടപടിയെടുക്കുന്നു, അത് വാർത്തയാക്കുന്നു, അത് മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടുന്നു. അല്ല, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ DGP എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരുത്തനും കൂടി ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? DGPയുടെ സ്ഥാനത്ത് വേറെ പലരും കഴിവുള്ളവർ ഇരുന്നിരുന്നു. ആ സമയത്തൊക്കെ അവർ ഇതുപോലുള്ള തെറ്റായ സാധനങ്ങളും ഇത് ശരിയല്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോളാർ പരാതിയുടെ സമയത്ത് 2-3 അന്വേഷണ സംഘം അന്വേഷിച്ചിട്ട് ഇത് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ആർജവും കഴിവും ഇച്ഛാശക്തിയും ഉള്ളവർ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ കുറ്റിച്ചൂലായി, ഭരണകൂടത്തിൻ്റെ കോടാലിക്കൈയായി പോലീസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന DGP എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ആൾ അധപ്പതിക്കുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പം ഈ പാരഡിയുടെ കാര്യം തന്നെ നമ്മൾ നോക്കൂ. ഈ പാരഡിയുടെ കാര്യം വരുമ്പോൾ അയാൾ എഴുന്നേറ്റെന്ന് പറയണ്ടേ, ഇത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയണ്ടേ? പക്ഷേ അയാൾക്ക് നട്ടലിൻ്റെ സ്ഥാനത്തൊരു വാഴനാല് പോലും ഇവിടുത്തെ DGPയുടെ നട്ടലിൻ്റെ സ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗതികേട്. ഇവിടുത്തെ DGPയും മനസ്സിലാകുന്നില്ല ഭരണം മാറാൻ പോവാണെന്നുള്ളത്. അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഉൾപ്പെടെ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് അയാൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അയാൾ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള കേസുകൾ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം DGPയെ പോലെ ഒരു എരണം കെട്ടവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിപ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വരുന്ന ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചടിയാണ് നേരിട്ടത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് താങ്കൾ കരുതുന്നത്? അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു വികാരം നിൽപ്പുണ്ട്. ഈ വികാരത്തെ തിരുത്താനായിട്ടൊന്നും 3 മാസം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആകെപ്പാടെ ശ്രമിച്ചത് എന്താണ്? 10-15,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ആ ആനുകൂല്യങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ഒരുമിച്ച് നിർത്താമെന്ന് വിചാരിച്ചു. അതിൽ അടപടലം പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഇനി കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ശമ്പള പരിഷ്കരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മേടിച്ചിരിക്കുന്ന ജനങ്ങളും ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. ആകെപ്പാടെ നടത്താൻ കഴിയുന്ന ഒരു തിരുത്തലെന്ന് പറഞ്ഞാൽ കുറേ പൈസ കൊണ്ടുവന്ന് ആളുകളുടെ തലയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ആ പൈസ മേടിക്കുന്ന ആളുകളും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അവർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യും എന്നുള്ളത് ഇതിനകത്തോട് തെളിഞ്ഞിരിക്കുക. പിന്നെ അവരുടെ തലയിലുള്ളൊരു ഡെമോക്രസിൻ്റെ വാളെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമല കൊള്ളയുടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. ശബരിമല കൊള്ളയിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ മുതൽ കൂടുതൽ അറസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോകാൻ പോകുന്നത്, ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, സാമ്പത്തിക സ്ഥിതി അതിഗുരുതരമായിട്ട് മോശമാകാൻ പോകുന്നു. ഇപ്പം തന്നെ 6 ലക്ഷം കോടി രൂപ കടമെന്ന് പറഞ്ഞു, അതിനെയും കൂടുതൽ ദോഷമാകാൻ പോവുകയാണ് രണ്ടാമത്. മൂന്നാമത്തെ കാര്യം, പിണറായി വിജയൻ ഇപ്പോൾ മപ്പടിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഈ വികാരം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പക്ഷേ അതിനകത്തൊരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ദുഷിച്ച പിണറായി വിജയനും അടുത്ത തവണ ഭരണം കൊടുക്കാൻ കെൽപ്പുള്ള ഒരു UDF ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു പ്രശ്നമുള്ളൂ. എന്താണ്? UDFന് വേണമെങ്കിൽ ഇനിയും പിണറായി വിജയന് ഭരണം കൊണ്ട് കൊടുക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ VD സതീശനെ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക, KC വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക, കഴിയുമെങ്കിൽ രമേശ് ചെന്നിത്തല മത്സരിപ്പിക്കാതിരിക്കുക, കുറേ MP-മാരെ വേണമെങ്കിൽ മത്സരിപ്പിക്കുക, കുറേ കടൽക്കിഴവന്മാരെയും കുറേ അഴിമതിക്കാരെയും ഒക്കെ മത്സരിപ്പിക്കുക, കുറേ റിബലുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് UDF വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു തവണ കൂടി പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്നുള്ളൊരു അപകട സാധ്യത
നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ പ്രസക്തമായ വാക്കുകളാണ്. കേരളം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ ചിലരുടെ പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു നേതാവിലാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയാൽ മാത്രമേ, അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് അതിനൊരു അവരുടെ ഒരു മനോഗതിക്ക് മാറ്റം വരുള്ളൂ. അല്ലാതെ ഈ കെ.സി. വേണുഗോപാലിനെയോ വി.ഡി. സതീശനെയോ ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ടുള്ള പ്രചാരണം UDF-ന് കനത്ത തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പാരഡി ഗാനങ്ങൾക്കെതിരെ പോലും കേസെടുക്കാൻ ഉള്ള ഒരു നാണം കെട്ട ഒരു പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഇടതുപക്ഷം, അത് അവർക്ക് തിരിച്ചടി മാത്രമേ നൽകൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മയിലിരിക്കട്ടെ. മാത്രമല്ല, ഹിന്ദുക്കളെ പലതവണ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയത് ഈ കഴിഞ്ഞ 9.5 കൊല്ലങ്ങൾക്കുള്ളിൽ ഈ പിണറായി വിജയൻ്റെ സർക്കാർ മാത്രമാണ്. അത് ജനങ്ങളുടെ മനസ്സിലേക്ക്, ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് വീണ്ടും അത് ഓർമ്മപ്പെടുത്താൻ മാത്രമേ ഈ ഒരു പാരഡിയിൽ കേസെടുക്കാൻ ഉള്ള ഒരു പരാതി ഉപകരിക്കൂ. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ വലിയ തിരിച്ചടി തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും LDF-ന് നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്.